Hello guys, welcome back to channel Civil Engineering Updated. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എസ്റ്റിമേഷൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഓൾറെഡി ഫസ്റ്റ് പാർട്ട് നമ്മൾ നോക്കിയിരുന്നു. സോ നമ്മൾ സെക്കൻഡ് പാർട്ടിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? The explosive for blasting is usually expressed in terms of explosive for blasting നെ നമ്മൾ ഏത് ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ചോദിച്ചിരുന്നത്. എ എക്സ്പ്ലോസീവ് പവർ ആണോ, വോള്യൂം ഓഫ് എർത്ത് വർക്ക് ദാറ്റ് ക്യാൻ ബി ബ്ലാസ്റ്റഡ് ആണോ, ഓർ കിലോഗ്രാം ആണോ, ഓർ സി ആണോ? സോ എക്സ്പ്ലോസീവ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കിലോഗ്രാംസിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Whenever color washing on asbestos cement corrugated sheet is done, in the estimation the plain area of the sheet is increased by. സോ നമ്മൾ ആസ്ബസ്റ്റോസ് ഷീറ്റിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്ലെയിൻ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നത്, എത്ര പെർസെൻ്റ് ആണ് ഇൻക്രീസ് ചെയ്യുന്നതാണ് ചോദിച്ചിരുന്നത്. 5% ആണോ, 10% ആണോ, 15% ആണോ, 20% ആണോ? സോ നമ്മൾ ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാസ്റ്ററിങ്ങും നമ്മുടെ ബ്രിക്ക് വർക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ഡിഡക്റ്റ് ആണ് ചെയ്യുന്നത്, നമ്മുടെ ഏരിയനെ ഡിഡക്റ്റ് ചെയ്യും. ബട്ട് ഇൻ കേസ് ഓഫ് പെയിൻറ്റിങ് ആകുമ്പോൾ നമ്മൾ ഏരിയനെ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. സോ ബൈ പെർസെൻറ്റിലാണ് സം പെർസെൻറ്റേജ് ബേസിസിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ജി ഐ ഷീറ്റ് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 14% ആയിരിക്കും. ഓക്കെ, എക്സാംസിൽ ചോദിക്കുന്നതാണ്, 14% ആയിരിക്കും. അതേപോലെ ആസ്ബസ്റ്റോസ് ഷീറ്റിൽ രണ്ട് ഉണ്ട്, കൊറുഗേറ്റഡ്, നോൺ കൊറുഗേറ്റഡ്, സെമി കൊറുഗേറ്റഡ്. സോ കൊറുഗേറ്റഡിൽ എങ്ങനെയാണെന്ന് ചെയ്യുന്നത് വെച്ചാൽ 20% ആണ്. ഓക്കെ, കൊറുഗേറ്റഡിൽ 20% ആണ്. ഓക്കെ, അതേപോലെ സെമി കൊറുഗേറ്റഡ് ആണെങ്കിൽ നമ്മൾ സെമി കൊറുഗേറ്റഡ് ആസ്ബസ്റ്റോസ് ഷീറ്റിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുകയാണ്. അതിൽ സെമി കൊറുഗേറ്റഡ് ആണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ ഹാഫാണ്, അതായത് 10% ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, കൊറോഗേഷനും സെമി കൊറോഗേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സർഫസ് ആണ്. നമ്മുടെ റൂഫിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. സോ ഇങ്ങനത്തെ ഒരു സർഫസിനാണ് നമ്മൾ കൊറോഗേഷൻ എന്ന് പറയുന്നത്. സെമി കൊറോഗേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സർഫസ് ആണ്. ഓക്കെ, സോ ഇതിന് മുകളിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 10% കൺസിഡർ ചെയ്യത്തുള്ളൂ. അതേപോലെ കൊറോഗേഷനിൽ കൊറോഗേറ്റഡിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ 20% ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ആസ്ബസ്റ്റോസ് സിമെൻറ്റ് കൊറോഗേറ്റഡ് ഷീറ്റ് ആണ്. സോ ആൻസർ ഷുഡ് ബി ഡി ഓപ്ഷൻ, അതായത് 20%. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് കോൺക്രീറ്റ് ഡാം പ്രൂഫ് കോഴ്സ് ഈസ് മെഷേർഡ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് കോൺക്രീറ്റ് ഡാം പ്രൂഫ് കോഴ്സിനെ നമ്മൾ ഏതിലാണ് മെഷർ ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. സോ ഡാം പ്രൂഫ് കോഴ്സിൻ്റെ നമ്മൾ ഇൻ അഡീഷൻ ടു തിക്നെസ് കൂടെ മെൻഷൻ ചെയ്യാറുണ്ട്. ഓക്കെ, വിത്ത് ഇൻക്ലൂഡിങ് തിക്നെസ് ആണ് നമ്മൾ ഡാം പ്രൂഫ് കോഴ്സിനെ മെൻഷൻ ചെയ്യുന്നത്. അത് ഏതിലാണ് മെഷർ ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. എ മീറ്ററിലാണോ, മീറ്റർ സ്ക്വയറിലാണോ, മീറ്റർ ക്യൂബിലാണോ, ഓർ ലംസമിലാണോ? ബി ആൻസർ ആണ് കറക്റ്റ് ആൻസർ. ഇത് വളരെ ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സ്ക്വയർ മീറ്ററിലാണ് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് കറക്റ്റ് എസ്റ്റിമേറ്റ്? ഇതിൽ ഏതാണ് കറക്റ്റ് എസ്റ്റിമേറ്റ് എന്നാണ് ചോദിച്ചിരുന്നത്. പ്ലിൻത്ത് ഏരിയ എസ്റ്റിമേറ്റ് ആണോ, ക്യൂബ് റേറ്റ് എസ്റ്റിമേറ്റ് ആണോ, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണോ, ബിൽഡിംഗ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ആണോ? സോ നമുക്ക് ബേസിക്കലി അറിയാം, ഇതിൽ അല്ലെങ്കിൽ കറക്റ്റ് എസ്റ്റിമേറ്റ്, മോസ്റ്റ് കറക്റ്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ്. ബിക്കോസ് പ്ലിൻത്ത് ഏരിയ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതേപോലെ ക്യൂബിക്കൽ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ആണ്. അതേപോലെ നമ്മുടെ ബിൽഡിംഗ് കോസ്റ്റ് ഇൻഡെക്സ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഇതും അപ്രോക്സിമേറ്റ് ആണ്. സോ ഇതാണ് ഡീറ്റെയിൽ മെത്തേഡ്, ബാക്കി മൂന്നും അപ്രോക്സിമേറ്റ് മെത്തേഡാണ്. ബട്ട് ഇൻ കേസ് ഈ സി ഓപ്ഷനെ റിപ്ലേസ് ചെയ്ത് ഞാൻ ടിപ്പിക്കൽ ബേ മെത്തേഡ് വെച്ച് റിപ്ലേസ് ചെയ്യുമായിരുന്നെങ്കിൽ ഓപ്ഷൻ എന്തുമായിരുന്നേനെ ആയിരുന്നു നമുക്ക് നോക്കാം. സോ അതിൽ നമ്മൾ കൺസിഡർ ചെയ്യുമായിരുന്നെങ്കിൽ നമ്മൾ ക്യൂബ് റേറ്റ് എസ്റ്റിമേറ്റിനെ ആയിരിക്കും മോസ്റ്റ് കറക്റ്റ് എസ്റ്റിമേറ്റ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഈ ഓപ്ഷനിൽ നമ്മുടെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ടെക്നിക് ഓഫ് ഫൈൻഡിങ് ദ ഫെയർ പ്രൈസ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഓൺ പ്രോപ്പർട്ടി ഈസ് നോൺ ആസ്. ടെക്നിക് ഓഫ് ഫൈൻഡിങ് ഫെയർ പ്രൈസ് കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്കിന് എന്താണ് പറയുന്നതാണ് ചോദിച്ചത്. എസ്റ്റിമേഷൻ ആണോ, വാല്യുവേഷൻ ആണോ, പ്രൈസിംഗ് ആണോ, കോസ്റ്റിംഗ് ആണോ? സോ ടെക്നിക് ഓഫ് ഫൈൻഡിങ് ഫെയർ പ്രൈസ് എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ഫെയർ പ്രൈസ് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ വാല്യുവേഷൻ എന്നാണ് പറയുന്നത്. സോ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ഫെയർ പ്രൈസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ വാല്യുവേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് ഡിസ്മാൻറ്റിൽഡ് മെറ്റീരിയൽ ലെസ് ദ കോസ്റ്റ് ഓഫ് ഡിസ്മാൻറ്റിലിംഗ് ഈസ് കോൾഡ്. സ്ക്രാപ്പ് വാല്യൂ ആണോ, സാൽവേജ് വാല്യൂ ആണോ, റേറ്റബിൾ വാല്യൂ ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഓക്കെ, സോ ഇതിൽ നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. സോ നമുക്ക് ഒരു എക്സാമ്പിൾ ബേസിൽ നോക്കാം. ഓക്കെ, ഇത് നമ്മൾ കൺസിഡർ ചെയ്യാം ഒരു ബിൽഡിംഗ്. ഓക്കെ, ഈ ബിൽഡിങ്ങിനാണ് നമുക്ക് ഡിസ്മാൻറ്റിൽ ചെയ്യാനുള്ളത്. സോ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 100 റുപ്പീസാണ്. ഓക്കെ, ഈ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 100 റുപ്പീസാണ്. സോ നമ്മൾ ബുൾഡോസറിനെ വിളിച്ചതിനെ ഡിസ്മാൻറ്റിൽ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ബുൾഡോസറിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 20 റുപ്പീസാണ്. ഓക്കെ, സോ നമ്മുടെ ഫൈനൽ വാല്യൂ എന്തായിരിക്കും? 80 റുപ്പീസ്.
സോ ഇതിനെ എന്താണ് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം, അപ്പോൾ നമുക്ക് നല്ലോണം മനസ്സിലാവും. ദ വാല്യൂ ഓഫ് ഡിസ്മാൻറ്റിൽഡ് മെറ്റീരിയൽ. ഡിസ്മാൻറ്റിൽഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മെറ്റീരിയലിൻ്റെ ഡിസ്മാൻറ്റിൽ വാല്യൂ എത്രയാണ്? 100 rupees. ഓക്കെ, ലെസ് ദ കോസ്റ്റ് ഓഫ് ഡിസ്മാൻറ്റിലിംഗ്. ലെസ് ദ കോസ്റ്റ് ഓഫ് ഡിസ്മാൻറ്റിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. ലെസ് ദ കോസ്റ്റ് ഓഫ് ഡിസ്മാൻറ്റിലിംഗ് എന്ന് പറയുമ്പോൾ സബ്ട്രാക്ട് ചെയ്ത് 20 rupees. ഇതാണ് ഡിസ്മാൻറ്റിലിംഗിൻ്റെ കോസ്റ്റ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂവിനെ എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ 80 rupees ആണ്. സോ ഇതിനെയാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുമ്പോൾ എ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ആക്ച്വൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ പ്ലസ് സർട്ടീൻ പ്രോഫിറ്റ് ഈസ് പെയ്ഡ് ടു ദ കോൺട്രാക്ടർ. ആക്ച്വൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ പ്ലസ് സർട്ടീൻ ഒരു പെർസെൻറ്റേജ് പ്രോഫിറ്റും നമ്മൾ കോൺട്രാക്ടിന് പേ ചെയ്യുവാണെങ്കിൽ ദെൻ സച്ച് കോൺട്രാക്ട് ഈസ് നോൺ ആസ്. അപ്പോൾ ആ കോൺട്രാക്ടിനെ എന്താണ് പറയുന്നത്? അൺഷെഡ്യൂൾഡ് കോൺട്രാക്ട് ആണോ, നോമിനേറ്റഡ് കോൺട്രാക്ട് ആണോ, കോസ്റ്റ് പ്ലസ് പെർസെൻറ്റേജ് കോൺട്രാക്ട് ആണോ, വർക്ക് ഓർഡർ ആണോ? ഓക്കെ, ആൻസർ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ആൻസർ ഉണ്ട് ക്വസ്റ്റ്യനിൽ തന്നെ. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ടെന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്ലസ്, ഇത് പ്ലസ് ആണ്. ഓക്കെ, കോസ്റ്റ് പ്ലസ് പെർസെൻറ്റേജ് കോൺട്രാക്ട്. സോ കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പെർസെൻറ്റേജ് കോൺട്രാക്ട് എന്നാണ് നമ്മൾ ഈ കോൺട്രാക്റ്റിനെ പറയുന്നത്. ഓക്കെ, ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ കൺസ്ട്രക്ഷൻ പ്ലസ് സർട്ടൈൻ പ്രോഫിറ്റ്. ഒരു ആക്ച്വൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ പ്ലസ് സർട്ടൈൻ പ്രോഫിറ്റ് നമ്മൾ ചെയ്യും. സോ ആൻസർ തന്നെ ഉണ്ട് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പെർസെൻറ്റേജ് കോൺട്രാക്ട്. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്ലാൻ ഓഫ് ദ ബിൽഡിംഗ് ഈസ് ഇൻ ദ ഫോം ഓഫ് റെക്ടാങ്കിൾ. സോ പ്ലാൻ ഓഫ് ദ ബിൽഡിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്, അത് റെക്ടാങ്കിളിൻ്റെ ഫോമിലാണ്. വിത്ത് സെൻറ്റർ ലൈൻ ഡയമെൻഷൻ ഓഫ് ഔട്ടർ വാൾ 14.7 ഇൻറ്റു 9.7 മീറ്റർ. സോ സെൻറ്റർ വാളിൻ്റെ അനാലിസിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 14.7ഉം 9.7ഉം ആണ്. ദ തിക്നെസ് ഓഫ് ദ വാൾ ഇൻ സൂപ്പർ സ്ട്രക്ചർ ഈസ് 0.3 മീറ്റർ. വാട്ട് ഈസ് ദ ഫ്ലോർ ഏരിയ ഓഫ് ദ ബിൽഡിംഗ്? ഓക്കെ, പിന്നെ ബേസിക്കലി നിങ്ങൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ സോൾവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ പോസ് ചെയ്യുക, പിന്നെ ഫുള്ളായിട്ട് ക്വസ്റ്റ്യൻ നോക്കുക. ഒന്നെങ്കിൽ നമ്മൾ പറ്റിയില്ലെങ്കിൽ മാത്രം ക്വസ്റ്റ്യൻ അങ്ങനെ ട്രൈ ചെയ്യുക, ബിക്കോസ് അപ്പോൾ നമുക്ക് പഠിക്കാൻ കൂടുതൽ പറ്റും. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതായിരുന്നു. സോ ഇതിനെ ബേസിക്കായിട്ട് ഫോർമുല ബേസിൽ മാത്രം നോക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വാൾ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 14.7 ആണ്. സോ ഫ്ലോർ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഫ്ലോർ ഏരിയ എന്ന് പറയുമ്പോൾ പ്ലിന്ത് ഏരിയ മൈനസ് വാൾ തിക്നെസ്. പ്ലിന്ത് ഏരിയ നമ്മൾ വാൾ തിക്നെസ് കൊണ്ട് മൈനസ് ചെയ്യണം. ഓക്കെ, പ്ലിന്ത് ഏരിയ നമ്മൾ വാൾ തിക്നെസ് കൊണ്ട് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്ലോർ ഏരിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 14.7 ഇൻറ്റു 2, രണ്ട് സൈഡിൽ വാൾ ഉണ്ട്. സോ 2 ഇൻറ്റു 0.3. വാളിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ രണ്ട് സൈഡിൽ വാൾ ഉണ്ട്, അതുകൊണ്ട് 14.7 minus 2 into 0.3/2. okay, into 9.7. so okay, 9.7 minus 2 into 0.3/2, because ഇതിലും സെയിം ആണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ലെക്ചറിൽ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് ഫോർമുല ബേസിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 14.4 കിട്ടും. ആൻഡ് ഇത് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 9.4 കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. സോ ആൻസർ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 14.4 ഇൻറ്റു 9.4. സോ 135.6 ആണ് കിട്ടുന്നത്. സോ 135 ആണ് ആൻസർ എന്ന് പറയുമ്പോൾ. സോ ആൻസർ ഒന്നും മാച്ചിങ് ആവുന്നില്ല. സോ നൺ ഓഫ് ദ അബവ് നമുക്ക് മാർക്ക് ചെയ്യാം. സോ 135.4 ആണ് ആൻസർ. ഓക്കെ, നൺ ഓഫ് ദ അബവ് മാർക്ക് ചെയ്യാം. ബട്ട് ഇൻ കേസ് ഈ നൺ ഓഫ് ദ അബവ് പകരം 160 സംതിങ് ആയിരുന്നു, നൺ ഓഫ് ദ അബോവിന് പകരമായിരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു ബിനെ മാർക്ക് ചെയ്തതിന്, ബിക്കോസ് ഇതായിരുന്നു ക്ലോസസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതിനെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ എസ്റ്റിമേഷൻ ഓഫ് പ്ലാസ്റ്ററിങ് നമ്മൾ ചെയ്യുമ്പോൾ സർഫസ് ഡിഡക്ഷൻ ആർ നോട്ട് മെയ്ഡ് ഫോർ. സർഫസ് ഡിഡക്ഷൻ ഏതിലാണ് നമ്മൾ ചെയ്യാത്തത്? പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ സർഫസ് ഡിഡക്ഷൻ ഏതിന് ചെയ്യത്തില്ല? എൻഡ് ഓഫ് ദ ബീംസിന് സർഫസ് ഡിഡക്ഷൻ ചെയ്യത്തില്ലേ? അതേപോലെ എൻഡ് ഓഫ് ദ റാഫ്റ്ററിന് ചെയ്യത്തില്ലേ? അതോ സ്മോൾ ഓപ്പണിംഗ് അപ് ടു 0.5 മീറ്ററിന് ചെയ്യത്തില്ല? ഓർ നൺ ഓഫ് ദ അബവ്? ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? സോ ഇൻ കേസ് ഇതിൻ്റെ കൂടെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ടായിരുന്നു, ഈ ഓപ്ഷൻ കൂടെ ഉണ്ടായിരുന്നു, ലൈക്ക് എ ബി സി എല്ലാം കറക്റ്റ് ആണെന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇതിനെ മാർക്ക് ചെയ്തേനെ, ബിക്കോസ് ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. പക്ഷേ നമ്മുടെ ഓപ്ഷൻ അങ്ങനെ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് മോസ്റ്റ് പ്രിസൈസ് ഓപ്ഷൻ അല്ലെങ്കിൽ മോസ്റ്റ് കറക്റ്റ് ഓപ്ഷനാണ് നമുക്ക് ടിക്ക് ചെയ്യേണ്ടത്. അപ്പം സി ഓപ്ഷനാണ് മോസ്റ്റ് പ്രിസൈസ് എന്ന് പറയുന്നത്, സ്മോൾ ഓപ്പണിംഗ് അപ് ടു 0.5 മീറ്റർ സ്ക്വയർ. സോ ഇതാണ് കുറച്ചുകൂടെ നല്ല ഓപ്ഷൻ എന്ന് പറയുമ്പോൾ. ബട്ട് ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. ഓക്കെ, എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
The approximate volume of cement required to prepare 100 meter cube of 1:2:4 concrete is approximate volume of cement required ആണ് ചോദിച്ചിരിക്കുന്നത്. 16 മീറ്റർ ക്യൂബ് ആണോ 32 ആണോ 25 ആണോ 21 ആണോ? സോ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. ബേസിക്കലി നമ്മൾ നോക്കേണ്ടത് 1 മീറ്റർ ക്യൂബ് ഓഫ് വെറ്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് 1.54 ഓഫ് ഡ്രൈ കോൺക്രീറ്റ് ആണ്. ഓക്കെ, ഡ്രൈ കോൺക്രീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 100 ക്യൂബിക് മീറ്റർ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 100 ക്യൂബിക് മീറ്ററിൻ്റെ എത്രയാവും വോള്യൂം? 100 ക്യൂബിക് മീറ്ററിൻ്റെ കേസിലാണെങ്കിൽ നമ്മുടെ വോള്യൂം എന്ന് പറയുമ്പോൾ 154 ആകും. ഓക്കെ, 154 മീറ്റർ ക്യൂബ്. ഓക്കെ, 1 മീറ്റർ ക്യൂബിൻ്റെ 1.54 ആണെങ്കിൽ 100 മീറ്റർ ക്യൂബിൻ്റെ 154 ആകും, ഇൻറ്റു 200 ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോള്യൂം ഓഫ് സിമെൻ്റ് ആണ്. വോള്യൂം ഓഫ് സിമെൻ്റ് എന്ന് പറയുമ്പോൾ 1/1 + 2 + 4 ഇൻറ്റു 154. അപ്പോൾ നമുക്ക് വോള്യൂം ഓഫ് സിമെൻറ്റ് കിട്ടും. ഓക്കെ, 154/7. ഓക്കെ, 154/7 വരുമ്പോൾ നിയർ ബൈ 21 സംതിങ് 9 കിട്ടും, 21 പോയിൻറ്റ് സംതിങ് കിട്ടും, 22 സംതിങ് കിട്ടും. ഓക്കെ, സോ ആൻസർ എന്ന് പറയുമ്പോൾ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. 1 മീറ്റർ ക്യൂബ് ഓഫ് വെറ്റ് കോൺക്രീറ്റ് നമുക്കറിയാം ഇറ്റ് ഈസ് ഇക്വലൻറ്റ് ടു 1.54 ഓഫ് ഡ്രൈ കോൺക്രീറ്റ്. അതിനെ നമ്മൾ 100 മീറ്റർ ക്യൂബിൻ്റെ ആണ് പറഞ്ഞേക്കുന്നത്. സോ ഇൻറ്റു ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യും, അപ്പോൾ 1.54 ഇൻറ്റു 100 ചെയ്യും, അപ്പോൾ 154 കിട്ടും. അതിന് നമ്മൾ സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി കാണിക്കുമ്പോൾ 1 ടോട്ടൽ ക്വാണ്ടിറ്റി. ഓക്കെ, ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ 7 വരും, ഇൻറ്റു ടോട്ടൽ എത്രയാണോ ക്വാണ്ടിറ്റി ഉള്ളത് അതിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് നിയർ ബൈ 22 കിട്ടും. അപ്പോൾ നിയർ ബൈ 22 എന്ന് പറയുമ്പോൾ 20 ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ, മാച്ച് ആവുന്ന ക്ലോസ് ഓപ്ഷൻ. ഓക്കെ, അതായിരുന്നു ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് ഐറ്റം ഓഫ് എർത്ത് വർക്ക് ഈസ് നോട്ട് മെഷേർഡ് സെപ്പറേറ്റ്ലി. ഇതിൽ ഏത് ഐറ്റമാണ് നമ്മൾ സെപ്പറേറ്റ്ലി മെഷർ ചെയ്യാത്തതെന്നാണ് ചോദിച്ചിരുന്നത് എർത്ത് വർക്കിന് വേണ്ടി. സെറ്റിംഗ് ഔട്ട് ഓഫ് വർക്ക് ആണോ, സൈറ്റ് ക്ലിയറൻസ് ആണോ, ഡെഡ്മാൻ ആണോ, ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ് ആണോ? സോ ഇതിൽ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ് ആണ്. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, സൈറ്റ് ക്ലിയറൻസ് ആയാലും സെറ്റിംഗ് ഔട്ട് ഓഫ് വർക്ക് ആയാലും സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ഡെഡ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ പൈപ്പ് ലേ ചെയ്യുവാണ്. ഓക്കെ, പൈപ്പ് ലേ ചെയ്യുവാണ്, ഗ്രൗണ്ടിൽ നമ്മൾ പൈപ്പ് ലേ ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ സെൻറ്റർ അലൈൻമെൻറ്റ് കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. സെൻട്രൽ അലൈൻമെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പൈപ്പ് ലേ ചെയ്യുന്നത്. അപ്പോൾ സെൻട്രൽ അലൈൻമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മളൊരു പെഗ് യൂസ് ചെയ്ത് ഇതിനെ സെൻറ്ററിന് മാർക്ക് ചെയ്യും. സോ അതിനെയാണ് നമ്മൾ ഡെഡ്മാൻ എന്ന് പറയുന്നത്. സോ പെഗ് നമ്മൾ പൈപ്പിനെ ലേ ചെയ്യുമ്പോൾ അതിൻ്റെ സെൻട്രൽ ലൈൻ കണ്ടുപിടിക്കുന്നതിനൊരു വേ, അതിനെ നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു പെഗ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് ഡെഡ്മാൻ. ഓക്കെ, സോ സെൻറ്റർ റിപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു മെത്തഡോളജിയാണ്. ഓക്കെ, ഡെഡ്മാൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. സോ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ് ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പിക്ക് അപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻ ഓർഡർ ടു ചെക്ക് അപ്പ് ദ ആവറേജ് ഡെപ്ത് ഓഫ് എക്സ്കവേഷൻ ഡെഡ്മാൻ ആർ ടെസ്റ്റ് അറ്റ് ദ വിഡ്ത്ത് ഓഫ് ദ ബോറോപിറ്റ്. സോ ബോറോപിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഡെഡ്മാൻ നമ്മൾ എക്സ്കവേഷൻ ചെയ്യുമ്പോൾ ഡെഡ്മാൻ നമ്മൾ സെൻട്രൽ അലൈൻമെൻറ്റ് യൂസ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അത് കറക്റ്റ് ഓപ്ഷനാണ്. ഓക്കെ, ഡെഡ്മാൻ ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അതേപോലെ എർത്ത് വർക്ക് എക്സ്കവേഷൻ കാൽക്കുലേഷൻ ഇൻ എക്സ്കവേഷൻ ഈസ് മെയ്ഡ് ഫ്രം ഡിഫറൻസ് ഇൻ ലെവൽസ് ഒബ്റ്റെയിൻഡ് വിത്ത് ലെവൽ. സോ ഈ ലെവലും കൺഫ്യൂസ് ആവരുത്. ഇത് രണ്ടും ഇതും ലെവൽസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് ലെവലിനെ പറയുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് രണ്ടും ലെവൽസ് എന്ന് പറഞ്ഞേക്കുന്നത്. ലെവൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഇൻസ്ട്രുമെൻറ്റിനാണ് നമ്മൾ ലെവൽ എന്ന് പറയുന്നത്. സോ ലെവൽ യൂസ് ചെയ്താണ് നമ്മൾ രണ്ട് ലെവലിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ എർത്ത് വർക്ക് കാൽക്കുലേഷൻ ഇൻ എക്സ്കവേഷൻ ഈസ് മെയ്ഡ് ഫ്രം ഡിഫറൻസ് ഇൻ ലെവൽസ് ഒബ്റ്റെയിൻഡ് വിത്ത് എ ലെവൽ. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷനും കറക്റ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദ എർത്ത് വർക്ക് ഡൺ ഇൻ എക്സ്കവേഷൻ ഈസ് ടു ഫോം ദ റോഡ് എംബാക്ക്മെൻറ്റ് ഇൻക്ലൂഡ് ഫോർമേഷൻ ഓഫ് കറക്റ്റ് പ്രൊഫൈൽസ് ആൻഡ് ഡിപ്പോസിഷൻ ഓഫ് ലെയേഴ്സ് ഇൻ ലെയർ. സോ നമ്മൾ ഫോർമേഷൻ വിട്ടിൽ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എർത്ത് വർക്കിൻ്റെ പ്രോസസ്സ് നമ്മൾ ചെയ്യുമ്പോൾ എംബാക്ക്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ സോയിൽ ഇടാറുണ്ട്. ഓക്കെ, ലെയർ ബൈ ലെയർ ആയിട്ട് സോയിൽ ഇടാറുണ്ട്. പിന്നെ എർത്ത് വർക്കിൻ്റെ ബേസിൽ നമ്മൾ ഓൾറെഡി ഈ ഓപ്ഷനിൽ നോക്കിയതാണ്. എർത്ത് വർക്കിൻ്റെ ബേസിൽ സെറ്റിംഗ് ഔട്ടിൽ നമ്മൾ കൺസിഡർ ചെയ്യും, ക്ലിയറൻസ് കൺസിഡർ ചെയ്യും, ഡെഡ്മാൻ കൺസിഡർ ചെയ്യും. പിന്നെ റിമൂവൽ ഓഫ് വാട്ടർ അതും നമ്മൾ എർത്ത് വർക്കിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ സെപ്പറേറ്റ്ലി മെൻഷൻ ചെയ്യാതെ എർത്ത് വർക്കിൽ തന്നെയാണ് അതെല്ലാം ഇൻക്ലൂഡ് ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, സോ ഇത് ഓപ്ഷനും കറക്റ്റാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡി ഓപ്ഷനാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A cement concrete road of
100 meter long, 8 meter wide, 15 centimeter thick over the sub-base of 10 centimeter thick gravel. The cubic content of the concrete is 1:2:4 for the road specified in is. സോ ഇതിൽ നമ്മുടെ ഈ റേഷ്യോ തന്നിട്ടുണ്ട്. ഇതിൻ്റെ എന്തെങ്കിലും യൂസ് ഉണ്ടോ നമ്മളൊന്നുകൂടെ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഒരു യൂസും ഇല്ല. ഓക്കെ, നമ്മുടെ യൂസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പാരാമീറ്റർ മാത്രമേ യൂസ് ആവത്തുള്ളൂ. 100 meter long, 8 meter wide ആൻഡ് 15 meter thick. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ക്യൂബിക് കണ്ടൻറ്റ് ഓഫ് കോൺക്രീറ്റ് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. സബ് ബേസോ അതിനെപ്പറ്റി ബോക്സ് കട്ടിങ്ങോ ഒന്നും ചോദിച്ചില്ല. ഓൺലി ക്യൂബിക് കണ്ടൻറ്റ് ഓഫ് കോൺക്രീറ്റ് ആണ് ചോദിച്ചത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 100 into 8 meter into 0.15. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും ഏകദേശം 120 ആൻസർ കിട്ടും. ബട്ട് ആക്ച്വലി ഇതിൽ മാച്ചിങ് ഒന്നും ആകുന്നില്ല ആൻസർ. ഓക്കെ, സോ 120 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ. ഓക്കെ, 120 ആണ് കറക്റ്റ് ആൻസർ. സോ ആൻസർ ഒന്നും മാച്ച് ആകുന്നില്ല. ഓക്കെ, സോ 120 ആണ് ആക്ച്വലി കറക്റ്റ് ആൻസർ. ഓക്കെ, ബട്ട് ഇൻ കേസ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ബോക്സ് കട്ടിങ് എന്ന് പറഞ്ഞ് അതിൻ്റെ വോള്യൂം ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ സബ് ബേസിൻ്റെ തിക്നെസ് കൂടെ കൺസിഡർ ചെയ്യും. സബ് ബേസിൻ്റെ തിക്നെസ് എത്രയാണ്? 10 centimeter. സോ അതിൻ്റെ തിക്നെസ് കൂടെ കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ 0.5ൻ്റെ പകരം നമ്മൾ എന്തെടുക്കുമായിരുന്നു? 0.5 + 0.10 എടുക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ബട്ട് നമ്മുടെ ഓപ്ഷനിൽ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഓൺലി ക്യൂബിക് കണ്ടൻറ്റ് ഓഫ് കോൺക്രീറ്റ് മാത്രമേ ചോദിച്ചുള്ളൂ. സോ 120 meter cube ആണ് കറക്റ്റ് ആൻസർ. സോ ആൻസർ ഒന്നും മാച്ച് ആകുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ എംബാക്ക്മെൻറ്റ് ഓഫ് കനാൽ ഫുള്ളി ഇൻ എംബാക്ക്മെൻറ്റ്. ഇത് റിഫർ ദ ഡയഗ്രാം. സോ ഇതിൻ്റെ ഫോർമുലയാണ് നമുക്ക് ബേസിക്കലി അറിയേണ്ടത്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമ്മൾ ഒന്ന് ട്രൈ ചെയ്യാൻ ഇഗ്നോർ ചെയ്യും, ഇതിനെ നമ്മൾ റിജക്റ്റ് ചെയ്യും. വളരെ ഈസി ആയിട്ട് ജനറൽ ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്. സോ ഇതിന് നമ്മൾ ഈ ട്രപ്പീസിയത്തിന് നമ്മൾ രണ്ട് ട്രയാങ്കിളും ആൻഡ് റെക്റ്റാങ്കിളുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആൻസർ വളരെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് ഫസ്റ്റിൻ്റെ സെക്ഷൻ നമ്മൾ നോക്കുകയാണ് B1 × H. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടി പ്ലസ് ഹാഫ് ഇൻറ്റു രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ ഉണ്ട്, ഹാഫ് ഇൻറ്റു 2 × S. സോ ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ SH ആണ്. ബിക്കോസ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ H ആണ്. സ്ലോപ്പിൻ്റെ ഈ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ SH ആയിരിക്കും. ബിക്കോസ് സ്ലോപ്പ് = 1:S1 ആണ്. സോ സ്ലോപ്പ് ഈ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ SH ആണ്. അപ്പോൾ ഇതും SH ആയിരിക്കും. ഓക്കെ, അതേപോലെ ഇതും SH ആയിരിക്കും, ഇതും SH ആയിരിക്കും, ഇതും SH ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഹാഫ് ഇൻറ്റു 2 × H, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് SH. ഓക്കെ, ഇത് കണ്ടാവും. അതേപോലെ B2 × H പ്ലസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. രണ്ട് ചെയ്യുന്നത് രണ്ട് ട്രയാങ്കിൾ ഉണ്ടായതുകൊണ്ടാണ് H × SH. ഓക്കെ, സോ ഇതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? B1 + B2 നമ്മൾ കോൺസ്റ്റൻ്റ് എടുത്തു ഇൻറ്റു H പുറത്ത് വന്നു പ്ലസ് ഹാഫ് കട്ടായി. അപ്പോൾ SH² ഇവിടെ SH² ആണ് പ്ലസ് ഇവിടെ HH² ആണ്. ഓക്കെ, അപ്പോൾ 2H² എന്ന് വരും, 2SH². ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. ഏത് ഓപ്ഷനാണ് മാച്ചിങ്? ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓപ്ഷൻ മാച്ചിങ് അല്ല. ഓക്കെ, ഇവിടെ H ഉണ്ടായിരുന്നെങ്കിൽ ഈ ഓപ്ഷൻ കറക്റ്റ് ആയിരുന്നു. ഓക്കെ, സോ ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. ബട്ട് ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ. സോ നമ്മളത് അറ്റംപ്റ്റ് ചെയ്യും. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഫോർമുലയ്ക്കായിരിക്കും ചിലപ്പോൾ യൂസ് ആവുന്നത്. ഓക്കെ, ഇത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണ്. C ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ 100 square meter cement concrete 1:2:4 4 centimeter thick floor, the quantity of cement required. So quantity of cement ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിൻ്റെ സ്ക്വയർ മീറ്റർ തന്നിട്ടുണ്ട് 100 square meter.
ഓക്കെ 100 സ്ക്വയർ മീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഇൻറ്റു തിക്നെസ്സിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും 4 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മളിതിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ ക്യൂബിക് മീറ്ററിലാക്കുമ്പോൾ നമ്മുടെ 4 മീറ്റർ ക്യൂബ് ആകും. ഓക്കെ സോ 4 മീറ്റർ ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ് ആണ് ഉള്ളത് ടോട്ടലി. സോ ഇതിൻ്റെ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മൾക്ക് ഓൾറെഡി അറിയാം. വെറ്റ് കോൺക്രീറ്റ് 1 മീറ്റർ ക്യൂബ് ഓഫ് വെറ്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് 1.54 ഓഫ് ഡ്രൈ കോൺക്രീറ്റ് ആണ്. ഓക്കെ അപ്പോൾ നമ്മൾ റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ് 1/1 + 2 + 4 × 4 × 1.54. ഓക്കെ സോ ആൻസർ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 1.54 × 4 / 7. സോ 0.88 ആണ്. സോ ഇതിലും ആൻസർ എന്ന് പറഞ്ഞാൽ മാച്ച് അല്ല. സോ ആൻസർ എന്ന് പറഞ്ഞാൽ 0.88 ആണ്. ഓക്കെ 0.88 മീറ്റർ ക്യൂബ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ എക്സ്പെക്റ്റഡ് ഔട്ട്ടേൺ ഓഫ് 2.5 സെൻറ്റിമീറ്റർ സിമെൻറ്റ് കോൺക്രീറ്റ് ഫ്ലോർ പെർ മേസൺ പെർ ഡേ. സോ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് 2.5 ഔട്ട്ടേൺ. അതിൻ്റെ പെർ ഡേ വർക്ക് ബേസിലാണ് ചോദിച്ചിരിക്കുന്നത്. പെർ ഡേ ലേബറിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ 8 hours ആണ്. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. പ്ലസ് അതിൻ്റെ ഔട്ട്ടേൺ ഓഫ് വർക്ക് ഓഫ് 2.5 സെൻറ്റിമീറ്റർ സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ പെർ മേഴ്സൺ പെർ ഡേ എത്രയാണെന്ന് ചോദിച്ചിരുന്നത്. സോ വളരെ ഇതും സ്റ്റാൻഡേർഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. 7.5 സ്ക്വയർ മീറ്റർ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. സോ ഇത് വളരെ ഡയറക്റ്റ് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Pick up the excavation where the measurement are made in square meter for payment. So measurement ഇതിൽ ഏതിലാണ് മെഷർമെൻറ്റ് സ്ക്വയർ മീറ്ററിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ഓർഡിനറി കട്ടിംഗ് അപ് ടു 1 മീറ്റർ ആണോ, സർഫസ് ഡ്രസ്സിംഗ് അപ് ടു 15 സെൻറ്റിമീറ്റർ ഡെപ്ത് ആണോ, സർഫസ് എക്സ്കവേഷൻ അപ് ടു 30 സെൻറ്റിമീറ്റർ ആണോ. സോ ഇതിൽ ഏതൊക്കെയാണ് മീറ്റർ സ്ക്വയറിൽ എടുക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് രണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും മീറ്റർ സ്ക്വയറിലാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ സോ ആൻസർ എന്ന് പറയുമ്പോൾ ഡി ആണ്. ബോത്ത് ബി ആൻഡ് സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ ഇൻ കേസ് ഓഫ് ലേയിങ് ഗലീസ്, സൈഫൺ, ഇൻ്റർസെപ്റ്റിംഗ് ട്രാപ്പ്, ദ കോസ്റ്റ് ഇൻക്ലൂഡ്സ്. കോസ്റ്റ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. സെറ്റിംഗ് ആൻഡ് ലേയിങ്, ബെഡ്, കോൺക്രീറ്റിംഗ്, കണക്ഷൻ ടു ഡ്രെയിൻ, ഓൾ ദ അബവ്. സോ ഇതിലും വളരെ ബേസിക് ആണ്. എല്ലാം ഓപ്ഷൻ കറക്റ്റ് ആണ്. ഓക്കെ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. ഓക്കെ brick wall are measured in square meter if the thickness of the wall is. so brick wall നമ്മൾ മെഷർ ചെയ്യുന്നത് സ്ക്വയർ മീറ്ററിലാണ്. അത് തിക്നെസ് ഓഫ് ദ വാൾ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 10 സെൻറ്റിമീറ്റർ ആണോ, 15 സെൻറ്റിമീറ്റർ ആണോ, 20 സെൻറ്റിമീറ്റർ ആണോ, നൺ ഓഫ് ദ എബോവ് ആണ്. സോ ഇതും ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. 10 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ സ്ക്വയർ മീറ്ററിൽ മെഷർ ചെയ്യുന്നത് തിക്നെസ് ഓഫ് ദ വാൾ. ഓക്കെ നെക്സ്റ്റ് brick wall is measured in square meter in case of brick wall നമ്മൾ brick work is measured in square meter in case of ഏതിലെ കേസിലാണ് നമ്മൾ brick workനെ സ്ക്വയർ മീറ്ററിൽ മെൻഷൻ ചെയ്യുന്നത്? ഹണികോം ബ്രിക്ക് വർക്കിൽ ഹണികോം ബ്രിക്ക് വർക്ക് ആണോ, ഓർ ബ്രിക്ക് ഫ്ലാറ്റ് സോയിലിംഗ് ആണോ, അതോ ഹാഫ് ബ്രിക്ക് വാൾ ഓൺ ദ പാർട്ടീഷൻ ആണോ? സോ ഇത് എല്ലാം നമ്മൾ മീറ്റർ ക്യൂബിലാണ് ചെയ്യുന്നത്. സോ ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യനും റേസ് ചെയ്യാൻ പറ്റും. ഹണികോമിനെ ഏതാണ് മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രിക്ക് സോയിലിങ്ങിന് ഏതാണ് മെഷർ ചെയ്യുന്നതെന്ന് ചോദിക്കാൻ പറ്റും. അതേപോലെ പാർട്ടീഷൻ ഏതാണ് മെഷർ ചെയ്യുന്നതെന്ന് ചോദിക്കും. അത് എല്ലാം മീറ്റർ സ്ക്വയറിലാണ് നമ്മൾ, അല്ലെങ്കിൽ സ്ക്വയർ മീറ്ററിലാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഡി ആണ്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Pick up the term of work not included in plinth area estimate. So wall thickness ആണോ, റൂം ഏരിയ ആണോ, വരാന്ത ഏരിയ ആണോ, കോർട്ട്യാർഡ് ആണോ? സോ വാൾ തിക്നെസ് നമ്മൾ കൗണ്ട് ചെയ്യും, വരാന്ത കൗണ്ട് ചെയ്യും. സോ റൂം ഏരിയയും കൗണ്ട് ചെയ്യും. കോർട്ട്യാർഡ് നമ്മൾ കൗണ്ട് ചെയ്യത്തില്ല. സോ ഇതാണ് കറക്റ്റ് ആൻസർ. കോർട്ട്യാർഡ് ആണ് നമ്മൾ പ്ലിന്ത് ഏരിയയിൽ എക്സ്ക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ നെക്സ്റ്റ് ഓപ്ഷൻ. Next question. What is the approximate cost of the complete labor a percentage of the total cost of the building? So ക്വസ്റ്റ്യനിൽ കുറച്ച് ഗ്രാമറ്റിക്കൽ എറർ ഉണ്ട്. ഓക്കെ സോ അതിൽ ചോദിച്ചിരിക്കുന്നത് ലേബറിൻ്റെ കോസ്റ്റ് ആസ് കമ്പയർഡ് ടു ടോട്ടൽ കോസ്റ്റ്. ലേബറിൻ്റെ കോസ്റ്റ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലേബറിൻ്റെ കോസ്റ്റ് എത്രയാണ്? 0.1 ആണോ, 0.25 ആണോ, 0.4 ആണോ, 0.025 ആണോ? സോ ലേബറിൻ്റെ കോസ്റ്റ് ആക്ച്വൽ കോസ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ 25% ആണ്. സോ 0.25 ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ സോ ലേബറിൻ്റെ കോസ്റ്റ് ഇൻ കമ്പയർ ടു ടോട്ടൽ കോസ്റ്റിന് കമ്പയർ ചെയ്യുമ്പോൾ 25% ആണ്
നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്രോക്സിമേറ്റ് കോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോമിനൽ ലീഡ് ആൻഡ് ലിഫ്റ്റ് അലൗഡ് ഫോർ ദ എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ഫോർ ദ ഫൗണ്ടേഷൻ ആർ. നോമിനൽ ലീഡ് എന്താണ് ചോദിച്ചിരുന്നത്? 40 മീറ്റർ ആൻഡ് 2 മീറ്റർ ആണോ? 30 മീറ്റർ ആൻഡ് 2 മീറ്റർ ആണോ? നോമിനൽ ലീഡ് ആൻഡ് ലിഫ്റ്റ്. നോമിനൽ ലീഡ് ആൻഡ് ലിഫ്റ്റ് ആണ് ചോദിച്ചിരുന്നത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ 30 മീറ്റർ ആൻഡ് 1.5 ആണോ? 20 മീറ്റർ ആൻഡ് 1 മീറ്റർ ആണോ? സോ ഇത് വളരെ ബേസിക് ആയിട്ട് ആൻസറാണ്. 30 മീറ്റർ ലീഡും 1.5 മീറ്റർ ലിഫ്റ്റുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് വളരെ ജെന്യൂനായിട്ടും എക്സാംസിൽ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ 30 മീറ്റർ ആൻഡ് 1.5 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സിമെൻറ്റ് കോൺക്രീറ്റ് റോഡ് ഓഫ് 1000 മീറ്റർ ലോങ് ആൻഡ് 8 meter wide 15 centimeter thick over the sub base of 10 centimeter thick gravel, the box cutting in road crust. So box cutting ആണ് ചോദിച്ചത്. സോ നേരത്തെ ഉള്ള ക്വസ്റ്റ്യനിൽ ക്യൂബിക് കണ്ടന്റ് ആയിരുന്നു, കോൺക്രീറ്റിൻ്റെ ക്യൂബിക് കണ്ടന്റ് ആയിരുന്നു ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ബോക്സ് കട്ടിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 500 മീറ്റർ ക്യൂബ് ആണോ, 1000 ആണോ, അതോ 1500 ആണോ, 2000 ആണോ? സോ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1000 into 8 into 0.15 plus 0.1. ഇതിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. സോ ആൻസർ എന്ന് പറയുമ്പോൾ ഇതിൽ 0.25 ആണ്. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 200. ഓക്കെ, അപ്പോൾ 1000 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2000 കിട്ടും. സോ ആൻസർ എന്ന് പറയുമ്പോൾ ഡി ആണ്, 2000 ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്.